الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഒട്ടനവധി ആളുകളുണ്ട്. അവരുടെയൊക്കെ സ്വാലിഹായ മുറാദുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു വെക്കേഷൻ കാലയളവിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പൊതുവെ മറ്റു മാസങ്ങളിൽ നിന്നും ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചധികം പണം ചെലവഴിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കുറേ കല്യാണങ്ങളും അതുപോലെ തന്നെ കുറേ യാത്രകളും ടൂറുകളുമൊക്കെയായി സാധാരണഗതിയിൽ നിന്നും മനുഷ്യൻ കൂടുതലായി പണം ചെലവഴിക്കുന്നൊരു സമയം. അതിന് മനുഷ്യൻ ആഗ്രഹിക്കുന്നതും അതവൻ്റെ പ്രകൃതവുമാണ്. പണം ചെലവഴിക്കുക, പണവുമായി ബന്ധപ്പെടുക എന്നുള്ളതൊരു മനുഷ്യൻ്റെ പ്രകൃതമാണ്. പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതും നമുക്കൊക്കെ അറിയാവുന്നതുമായിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. ലാ യസാലു ഖൽബുൽ കബീരി ശാബൻ ഫി സനതൈൻ എന്നാണ്. ഒരു വയോവൃദ്ധൻ്റെ മനസ്സ് പോലും രണ്ട് കാര്യങ്ങളിൽ യുവാവിൻ്റെ മനസ്സിന് തുല്യമായിരിക്കും. അതിന് രണ്ട് കാര്യം ഏതൊക്കെയായിരുന്നു? ഫി ഹുബ്ബി ഹയാത്ത്, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും ഇഷ്ടവും, ജീവിതത്തിനോടുള്ള ഭ്രമം, ജീവിതത്തിനോടുള്ള സ്നേഹം, അതുപോലെ തന്നെ വക്കസിറത്തിൽ മാല്, സാമ്പത്തിക മേഖലയിലുള്ള അഭിവൃദ്ധി. ഒരു കൗമാരപ്രായം വിട്ടുകിടക്കുന്നത് മുതൽ മനുഷ്യനെ തേടിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട ആഗ്രഹമാണ് സാമ്പത്തിക മേഖലയിലെ ചുറ്റുപാടിലുള്ള ഒരു അഭിവൃദ്ധി, അതല്ലെങ്കിൽ ഒരു ഉയർച്ച എന്നുള്ളത്. അതിനുവേണ്ടി മനുഷ്യൻ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യമാണല്ലോ, നാം കണ്ടറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ പലപ്പോഴും തനിക്ക് താങ്ങാൻ കഴിയാത്ത പല കാര്യങ്ങളിലും മനുഷ്യൻ ഇടപെടുകയും തനിക്ക് ഉൾക്കൊള്ളാനോ
തനിക്ക് വീട്ടുവാനോ സാധിക്കാത്ത അത്രയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്നത്, അത്തരത്തിലുള്ള അവസ്ഥകൾ വളരെ വ്യാപകമാകുന്നൊരു കാലഘട്ടത്തിലും കൂടിയാണ് നാം ഉള്ളത്. ഒരുപാട് കടം വാങ്ങുന്ന അവസ്ഥ, വലിയ വലിയ ബിസിനസ്സുകൾ അതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അല്ലാതെ തുടങ്ങി വെച്ചുകൊണ്ട് കടക്കണിയിൽ അകപ്പെട്ട് വളരെ മനോവിഷമത്തോടു കൂടി നടക്കുന്ന എത്ര ആളുകളെ പ്രിയപ്പെട്ടവരെ നാമൊക്കെ കാണാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയേറെ പേടിച്ചൊരു കാര്യം മറ്റൊന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തിക മേഖലയിലുള്ള ക്രയവിക്രയങ്ങളും കടമിടപാടുകളുടെ അത്ര പേടിച്ചൊരു കാര്യം മറ്റൊന്നില്ല. അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായിരുന്നു പ്രിയപ്പെട്ടവരെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വൽ കസലി വൽ ബുഖ്ലി വൽ ജുബ്നി വളലഇദ് ദൈനി വകഹരി റിജാൽ. ഇത് അല്ലെങ്കിൽ വഗലബതി റിജാൽ, രണ്ട് റിവായത്തുകളുമുണ്ട്. ഇത് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥിച്ചിരുന്നു. പടച്ചോനെ, മനക്ലേശത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, ഭീരത്വത്തിൽ നിന്ന്, കടക്കണിയിൽ നിന്ന്, ജനങ്ങൾ എന്മേൽ ആധിപത്യം വെച്ച് പുലർത്തുന്നതിൽ നിന്ന് റബ്ബേ എന്നെ കാക്കണേ എന്ന് അള്ളാഹിൻ്റെ റസൂൽ ധാരാളം പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയായിരുന്നു. മാത്രമല്ല, പ്രവാചകന്റെ നമസ്കാരങ്ങളിൽ പോലും പ്രിയപ്പെട്ടവരെ ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നോക്കിയേ നിങ്ങൾ, ആ ഹദീസിൽ നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് കാണാൻ കഴിയും. അള്ളാഹിൻ്റെ റസൂൽ ധാരാളം പ്രാർത്ഥിച്ചിരുന്നു. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അല്ലാഹുവേ, പാപത്തിൽ നിന്ന് എന്നെ മുക്തമാക്കണേ നാഥ. അതുപോലെ തന്നെ കടക്കണിയിൽ നിന്ന് റബ്ബേ എന്നെ രക്ഷപ്പെടുത്തണേ നാഥ. സഹാബത്ത് ചോദിക്കുകയാണ്, റസൂലേ, നിങ്ങൾ എന്തിനാണ് ഇത്ര കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇന്നക തസ്തഈദു മിനൽ മഗ്റം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഇന്ന റജുല ഇദാ ഗരിമ ഇസ്തദാന ഹദ്ദസ ഫകദബ വഅദ ഫഅഖലഫ. ഒരു വ്യക്തി കടം വാങ്ങുകയാണെങ്കിൽ കടം വീട്ടാൻ സാധിക്കാത്തൊരവസ്ഥ വന്നാൽ അവൻ നുണ പറയും. ഹദ്ദസ ഫകദബ, അല്ലേ? ഞാൻ തരണമെന്നാണ് വിചാരിച്ചതായിരുന്നു, ഓൻ തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവൂല, അല്ലേ? ഞാൻ ഇന്നലെയും കൂടി എനിക്കത് മാറ്റി വെച്ചതാട്ടോ. പച്ചക്കള്ളം പറയുന്ന അവസ്ഥ. അത് അള്ളാഹിൻ്റെ റസൂല് പ്രിയപ്പെട്ടവരെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാ. എന്നിട്ടോ നോക്കിയ നിങ്ങൾ, അവൻ പറയും ഇന്ന കൊല്ലം അല്ലെങ്കിൽ ഇന്ന മാസം ഇത്രാം തീയതി നിനക്ക് തരാം. പക്ഷെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ അത് കൊടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടാവൂല. ആ ഒരു ഗൗരവമേറിയ കാര്യത്തെ തൊട്ട് അള്ളാഹിൻ്റെ റസൂല് അത്രയും പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാമ്പത്തികമായി ഇടപെടുന്ന ഇടപെടലുകളിലൊക്കെ ഈ വിഷയം നല്ല ശ്രദ്ധ ഉണ്ടാവണം. ഒരാൾക്കൊരു തുക കൊടുക്കാന്ന് പറഞ്ഞാലേ അത് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ അതിൻ്റെ യഥാർത്ഥ വശം വേണമെങ്കിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താം. അതല്ലാതെ നുണ പറയുന്നൊരു സാഹചര്യം അത് മുനാഫിഖിന്റെ ലക്ഷണമായിട്ടാണ് അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. മനുഷ്യനെ ചെറിയ പ്രയാസങ്ങൾക്ക് പോലും കടക്കണിയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഒന്നുണ്ട്. പക്ഷെ റസൂല് വളരെ പേടിയോടെ കൂടെ കണ്ടൊരു കാര്യം നോക്കിയാൽ നിങ്ങൾ, ഒരു ഷഹീദിന്റെ പ്രതിഫലം നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഒരാളൊരു ഷഹീദായാല് അള്ളാഹിന്റെ ദീനിന് വേണ്ടി അടരാടി പോരാടിയാലുള്ള ആ വ്യക്തിയുടെ മഹത്വവും പ്രതിഫലവും ഹദീസുകളിൽ പ്രിയപ്പെട്ടവരെ കുറേ കാണാൻ കഴിയും. അത്രയും മഹത്വമുണ്ട് ഷഹീദിന്. എന്നാൽ യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ, എല്ലാ പാപവും ഒരു ഷഹീദിന് അള്ളാഹ് പുറത്തു കൊടുക്കും. ഇല്ലദ്ദൈൻ, കടമൊഴികെന്ന കട അള്ളാഹ് പുറത്തു കൊടുക്കൂല. കട അത് അള്ളാഹ് വെറുതെ വിടൂല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിക്കുക തന്നെ ചെയ്യും. ഇത് അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹിന്റെ റസൂലിന്റെ മറ്റൊരു ഹദീസ് നോക്കിയാൽ നിങ്ങൾ, എത്ര മനോഹരമായിട്ടാണ് മുസ്ലിം ഉമ്മത്തിന്, വിശ്വാസി സമൂഹത്തിന് റസൂലുള്ളത് പഠിപ്പിച്ചു തരുന്നത് എന്നറിയോ? ഒരാളെ ഖുതിൽത ഫീ സബീലില്ലാഹ് സ്വാബിറൻ മുഹ്തസിബൻ മുഖ്ബിലൻ, ഒരു അള്ളാഹുവിന്റെ മാർഗത്തില് ഷഹീദാവുകയാണ്, കൊല്ലപ്പെടുകയാണ്. അവൻ അടരാടി പോരാടുകയാണ്. എങ്ങനെയാ? സ്വാബിറൻ, അവൻ ക്ഷമിച്ചിട്ടാണ്. മുഹ്തസിബൻ, അവനെൻ്റെ റബ്ബ് അവന് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗീയാരാമം കൊതിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ മുഖ്ബിലൻ ഗൈറ മുദ്ബിരിൻ, യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ മുമ്പോട്ട് കുതിച്ചിട്ട് പിറകോട്ടൊരടി പോലും വെക്കാതെ ആ യുദ്ധത്തിൽ അടരാടി പോരാടിയ ഒരു വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയുടെ കർമ്മങ്ങൾ പോലും അള്ളാഹ് പുറത്തു കൊടുക്കൂല. ഖഫറല്ലാഹു അൻക ഖതായാക്, എല്ലാ പാപങ്ങളും അള്ളാഹ് പുറത്തു തരുട്ടോ. ഇല്ലദ്ദൈൻ, കടമൊഴികേന്ന അത് അള്ളാഹ് പുറത്തു കൊടുക്കൂല.
ഒരിക്കലേ സഹാബത്തും പ്രവാചകരൊക്കെ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് ഒരു വഹി ഇറങ്ങാണ്. ഈ വഹി ഇറങ്ങിയ സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ തല ഉയർത്തി അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ കൈയുണ്ടല്ലോ ഈ തലയിൽ ഇങ്ങനെ വെച്ചു. ഒരു വിഷമാവസ്ഥ വരുമ്പോൾ സാധാരണ മനുഷ്യന്മാർ വെക്കുന്ന വെക്കലുണ്ടല്ലോ, അത് അള്ളാഹിൻ്റെ റസൂലും വെക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധൻ, അള്ളാഹു എത്ര പരിശുദ്ധൻ. സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താ റസൂലെ നിങ്ങൾക്ക് പറ്റിയത്? ഇന്നലെ നിങ്ങൾ വല്ലാതെ വിഷമിച്ചല്ലോ, നിങ്ങളുടെ മുഖം ചുവന്ന് തടിച്ചല്ലോ പ്രവാചകരെ, നിങ്ങൾ ദുഃഖത്താൽ അമർന്നു പോയല്ലോ പ്രവാചകരെ, എന്താ താങ്കൾക്ക് പറ്റിയത്? അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ വലങ്കൈ ആരാണോ ഉടമപ്പെടുത്തിയിട്ടുള്ളത് അവർ തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ ഒരു വ്യക്തി ഷഹീദാവുന്നുണ്ട്, സുമ്മ ഉഹിയ, ആ വ്യക്തി അള്ളാഹു ജീവിപ്പിക്കുന്നുണ്ട്, സുമ്മ ഖുതില, പിന്നീടും അള്ളാഹിന്റെ മാർഗത്തിൽ ആ വ്യക്തി അടരാടി പോരാടുകയാണ്, സുമ്മ ഉഹിയ, പിന്നെയും ആ വ്യക്തിയെ റഹ്മാനായ റബ്ബ് ജീവിപ്പിക്കുന്നുണ്ട്, സുമ്മ ഖുതില, പിന്നീടും അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുന്നുണ്ട്, വഅലൈഹി ദൈനുൻ, ആ വ്യക്തിയുടെ മേൽ കടമുണ്ടെങ്കിൽ എത്ര തവണയാണ് പ്രിയപ്പെട്ടവരെ ഒരാൾ കൊല്ലപ്പെട്ട് ഷഹീദായി റബ്ബ് ജീവിപ്പിച്ചു എന്ന ഉദാഹരണം പ്രവാചകൻ പഠിപ്പിച്ചത്. അങ്ങനെ അടരാടി പോരാടിയ വ്യക്തിയുടെ മേൽ പോലും കടമുണ്ടെങ്കിൽ മാ ദഖലൽ ജന്ന, അവൻ എന്ത് ചെയ്യൂല, സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹത്താ യുഖ്ലാ അൻഹു ദൈനുഹു, അവന്റെ കടം കൊടുത്തു വീട്ടാതെ എന്ന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മുനാഫിഖിന്റെ മയ്യത്ത് അള്ളാഹിന്റെ റസൂൽ നിസ്കരിച്ചു. മുനാഫിഖിന്റെ മയ്യത്ത്, ഏത് മുനാഫിഖ് എന്നറിയോ നിങ്ങൾക്ക്? സ്വന്തം ഭാര്യയെ പറ്റി വ്യഭിചാരോപണം പറഞ്ഞ മുനാഫിഖിന്റെ മയ്യത്ത്, അബ്ദുല്ലാഹിബിനു ഉബയ്യിബിനു സുലൂലിന്റെ മയ്യത്ത് അള്ളാഹിന്റെ റസൂൽ നിസ്കരിച്ചു. എന്നാലേ അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ചില മയ്യത്തുകൾ കടന്നു വന്നാൽ റസൂലുള്ളാഹി പറയുമായിരുന്നു, സല്ലു അലാ സാഹിബിക്കും, നിങ്ങളെ സഹോദരന് വേണ്ടി നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കുന്നില്ല കേട്ടോ, ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പ്രവാചകൻ പറയുമായിരുന്നു എന്നാണ്. എത്ര ചരിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ സമാനമായത് നമുക്ക് കാണാൻ കഴിയുന്നറിയോ? അതിൽ ഒരു ചരിത്രം പറയാം. അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു മയ്യത്ത് വരിക, ദീനാറാൻ, 2 ദീനാറാണ്. വളരെ 2 ദീനാർ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉള്ളത് പ്രിയപ്പെട്ടവരെ? 2 ദീനാറാണുള്ളത്. അള്ളാഹിന്റെ റസൂൽ ഇതേ വാക്ക് പറഞ്ഞു, നിങ്ങളെ സഹോദരന് വേണ്ടി നിസ്കരിച്ചോ എന്ന് പറഞ്ഞു. അവിടെ അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു എണീച്ച് നിന്നിട്ട് പറഞ്ഞു, റസൂലേ ഞാൻ ഏറ്റെടുക്കാട്ടോ, പ്രവാചകരെ ഞാൻ ഏറ്റെടുക്കാം. അപ്പൊ അള്ളാന്റെ റസൂലെ വീണ്ടും അബൂ ഖത്താദയോട് ചോദിക്കുന്നുണ്ട്, ഹഖ്ഖുൽ ഗരീമി വബരിഅ മിൻഹുമാ അൽ മയ്യിത്ത്, നീ ആ കടബാധിതന്റെ ആ കടം മുഴുവനായി ഏറ്റെടുത്തോ, ആ മയ്യത്തിൽ നിന്ന് ഒഴിവായോ? അബൂ ഖത്താദയോട് ഒന്നും കൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അള്ളാന്റെ റസൂൽ ചോദിക്കുക. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം റസൂലേ, ഞാനത് ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രവാചകൻ നിസ്കരിക്കില്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്താൽ മാത്രമേ നിസ്കരിക്കുള്ളൂ. പിന്നെ ബൈത്തുൽ മാലിൽ സമ്പത്ത് വന്നതിന് ശേഷമാണ് ആരും ഏറ്റെടുക്കാനില്ലെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്ന് എന്ത് ചെയ്യും, അത് പരിഹരിക്കും. അതുവരെ റസൂൽ നിസ്കരിക്കൂല എന്നാ. അത്രയും ഗൗരവം പ്രവാചകന് കണ്ടിട്ടുണ്ട്. എന്നിട്ടോ അടുത്ത ദിവസം അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ കാണുകയാണ് അല്ലേ. റസൂലുള്ളാഹി ചോദിച്ചു, മാ ഫഅല ദീനാറാൻ, അബൂ ഖത്താദ നീ ആ 2 ദീനാർ എന്താ ചെയ്തത്, കൊടുത്തുകൂട്ടിയോ? നമ്മളൊക്കെ സാധാരണ പറയുമല്ലോ, ഒരു മയ്യത്ത് ഇങ്ങനെ ഇറക്കാൻ നിൽക്കുന്ന, തൻ്റെ വീട്ടിൽ നിന്ന് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മക്കളോ കുടുംബക്കാരോ ആരെങ്കിലുമൊക്കെ എല്ലാവരും കേൾക്കവേ വന്ന് പറയുന്നൊരു വാചകമുണ്ട്, ഇതിൻ്റെ ഇന്നാളിന്നാളാണ്, ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ വല്ല സാമ്പത്തിക ഇടപെടലുകളും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മകനായ അതല്ലെങ്കിൽ ജ്യേഷ്ഠനായ അനുജനായ ഞാനുമായി ബന്ധപ്പെടുക എന്ന് പ്രിയപ്പെട്ടവരെ ശബ്ദത്തിൽ പറഞ്ഞിട്ട് ആ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ നാം പുലർത്തലുണ്ട്. കൊടുക്ക. അപ്പം ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ അല്ലേ, ഒരാഴ്ചക്ക് സമയമുണ്ടല്ലോ, ഈ തിരക്കൊന്ന് കഴിയട്ടെ എന്നൊക്കെയാണ് നമ്മൾ പറയാം. അതേ വാക്ക് അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റസൂലേ അദ്ദേഹം ഇന്നലെ മരിച്ചിട്ടില്ലുള്ളൂ, മാത അംസി, പ്രവാചകരെ ഇന്നമാ മാത അംസി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചോന്നുന്ന. റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. 2ാമത്തെ ദിവസം റസൂലുള്ളാഹിനോട് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയാം, റസൂലേ ഞാനത് കൊടുത്തു വീട്ടിട്ടോ. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞ വാക്കെന്താ അറിയോ? അൽ ആൻ ബറദത അലൈഹി ജിൽദുഹു, ഇന്നാണ് അബൂ ഖത്താദ മയ്യത്തിന്റെ ശരീരം ഒന്ന് തണുത്തത് ഇട്ടോന്ന്. ഈ ഹദീസിനെ പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന എത്ര ഗൗരവത്തോടുകൂടെ എന്നറിയോ?
2 ദീനാറിന്റെ വിഷയത്തിൽ ഈ ഗൗരവമുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ട് ആ വിഷയത്തിൽ യാതൊരുവിധ ഗൗരവമില്ലാതെ ഒരു കൂസലുമില്ലാതെ നടക്കുന്നവരില്ല നമ്മുടെ കൂട്ടത്തില്. നമുക്ക് എത്ര ഗൗരവ ആ വിഷയത്തിലുള്ളത്. റഹ്മാനായ റബ്ബ് റഹീമാണ്, റഹ്മാനാണ്, വദൂദാണ്, ഒക്കെയാണ്. പക്ഷെ അള്ളാഹിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങൾക്കും മാത്രമാണോ നമ്മളൊക്കെ കടമിടപാടുകളിൽ ഏർപ്പെട്ടത് എന്നൊരു ചിന്ത നമുക്കുണ്ടായാൽ മതി. ഇപ്പൊ പരലോകത്ത് പോലും രക്ഷപ്പെടൂല. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബിദൈനിഹി ഹത്താ യുഖ്ളാ അൻഹു. ഒരു മുഅ്മിനിന്റെ ശരീരം അത് കടവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ കടം കൊടുത്തു വീട്ടുന്നത് വരെ എന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. ആ ആത്മാവിനെ പിടിച്ചു വെക്കും സ്വർഗീയ അനുഗ്രഹങ്ങളിൽ നിന്ന്. അതല്ല എങ്കിൽ നരകത്തിലേക്കും പ്രവേശിപ്പിക്കില്ല, സ്വർഗത്തിലേക്കും പ്രവേശിപ്പിക്കില്ല. അദ്ദേഹത്തിന്റെ ഹുക്കുമുണ്ടല്ലോ, വിധി നിർണയമുണ്ടല്ലോ, അള്ളാഹു പിടിച്ചു വെക്കുന്ന എന്നാണ് കടബാധ്യതയുള്ളവനായി മരണപ്പെട്ടാലുള്ള അവസ്ഥ. അതുകൊണ്ടാണ് അനന്തരാവകാശ നിയമങ്ങൾ പറയുമ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞത്? അനന്തരാവകാശികളോടുള്ള വസിയ്യത്ത് എന്താ? റബ്ബിന്റെ വസിയ്യത്ത് ആർക്കെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ കടമുണ്ടെങ്കിലോ അത് ആദ്യം കൊടുത്തു കൂട്ടണമെന്നാ. പ്രിയപ്പെട്ടവരെ, നാം മരണപ്പെട്ട് നമ്മുടെ അനന്തരാവകാശികൾ ആ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ പുലർത്തുമെന്ന് എന്തുറപ്പാ നമുക്കുള്ളത്? അവിടെ നല്ല ഗൗരവത്തിൽ ആ വിഷയത്തെ കണ്ടോളി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഇയ്യാകും വദ്ദൈൻ. നിങ്ങൾ കടത്തെ നല്ലോണം സൂക്ഷിച്ചട്ടോ. ഫഇന്ന അവ്വലഹു ഹമ്മുൻ. ആ കടത്തിൻ്റെ ആരംഭമുണ്ടല്ലോ വിഷമമാണ്, സങ്കടങ്ങളാണ്, ആശങ്കകളാണ്, ആകുലതകളാണ്. വആഖിറഹു ഹർബുൻ. ആ കടത്തിൻ്റെ പര്യവസാനം എന്നുള്ളത് കലുഷിതമായ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും നയിക്കുമെന്നുള്ളത്. എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ തോളോട് തോൾ ചേർന്ന് നടന്നവർ സാമ്പത്തിക മേഖലയിൽ ഇടപെട്ടതിൻ്റെ പേരിൽ ഞാൻ മരിച്ചാൽ പോലും എൻ്റെ മയ്യത്ത് പോലും അവനെ കാണിക്കരുത് എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തിയത്. എത്ര ആൾക്കാരുണ്ട് ഓനെ കാണണ്ടെന്ന് പറഞ്ഞ രൂപത്തിലേക്ക് എത്തിയത്. അണിചേർന്ന് നിന്നവർ, സ്നേഹിച്ച് നടന്നവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ കാണണം. നന്മകൾ ഒരു മിസ്കാല ദർറത്ത്, ഒരു അണിമണിത്തൂക്കം നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് മനുഷ്യൻ ആവലാതിപ്പെടുന്ന പരലോകമുണ്ടല്ലോ. കടന്നും കൊടുത്തു വിട്ടാത്തവന്റെ വിഷയത്തിൽ അള്ളാഹു ചെയ്യുന്നൊരു നിലപാട് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. മൻമാത വഅലൈഹി ദീനാറുൻ ഔ ദിർഹമുൻ. ഒരാൾ ദിർഹമും ദീനാറും ബാക്കി വെച്ച് മരണപ്പെടുകയാണ്. ഖുദിയ മിൻ ഹസനാതിഹി. അവന്റെ നന്മകളിൽ നിന്ന് റഹ്മാനായ റബ്ബാണ് പരിഹരിക്കുന്ന. ലൈസ സമ്മ ദീനാറും വല ദിർഹമുൻ. ദീനാറിനും ദിർഹമിനും വിലയില്ലാത്ത പരലോകത്തൊന്ന് ആലോചിച്ചൊക്കെ. ഒരു സുബ്ഹാനല്ലാഹ് നഷ്ടപ്പെട്ട അത്ര വലിയ ഇടങ്ങേറ. ഒരു അൽഹംദുലില്ലാഹ് നഷ്ടപ്പെട്ടാല്, ഒരു നിസ്കാരം നഷ്ടപ്പെട്ടാല്, ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ്. ഒരു ദിവസത്തെ നോമ്പ 70 കൊല്ലം നരകത്തിൽ നിന്ന് ഉണ്ടാക്കുക അല്ലേ? ഒരു അക്ഷരത്തിനാണ് 10 ഇരട്ടി പ്രതിഫലം. ഇങ്ങനെയുള്ള നന്മകൾ പ്രിയപ്പെട്ടവരെ, ഒരു ചെറുതെങ്കിലും നഷ്ടപ്പെട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കടങ്കഥകളല്ലല്ലോ, ഇത് പഴഞ്ചൊല്ലുകളല്ലല്ലോ, അള്ളാന്റെ റസൂലിന്റെ ഹദീസല്ലേ. മറ്റും നോക്കിയേ നിങ്ങളെ. അയ്യുമാ അർജുനിൻ തദയ്യന ദൈനൻ വഹുവ മുജ്മിഉൻ അല്ലാ യുവഫിയഹു ഇയാ. ഒരു വ്യക്തിയുണ്ടല്ലോ കടബാധിതനായിക്കൊണ്ട് മരണപ്പെടുകയാണ്, അവനത് കൊടുത്തു വീട്ടാൻ സാധിച്ചിട്ടില്ല. അവനവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് മോഷ്ടാവിന് തുല്യമായിരിക്കും അല്ലേ? മോഷ്ടാവിന്റെ പോലെയാണ് അവനവന്റെ റബ്ബിനെ കണ്ടുമുട്ടാന്ന്. അത് റസൂലുള്ളാഹിന്റെ ഹദീസുകളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് കടത്തിന്റെ ന്യൂ വേഷൻ എന്താ? പുതിയ മോഡലുകൾ എന്താ? പരീക്ഷയാണ് അല്ലേ? UPI ആപ്പുകളിലൂടെ അടക്കം, നമ്മുടെ മൊബൈലുകളിലുള്ള ബാങ്ക് ആപ്പുകളിൽ നിന്നടക്കം ലോൺ എടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുള്ള കാലഘട്ടത്തിലാണ്. ഒരു നമ്പർ നെക്കിയാൽ അല്ലേ, ഒരു ബട്ടൺ നെക്കിയാൽ എത്ര ലാഘവത്തോടു കൂടെയാണ് മനുഷ്യൻ ഇതിലൊക്കെ ഇടപെടുക എന്നറിയോ? നല്ല ഗൗരവത്തോടു കൂടി ചിന്തിച്ചോളി. അള്ളാന്റെ റസൂല് പ്രാർത്ഥന പോലും സ്വീകരിക്കൂല എന്ന് പറഞ്ഞൊരു കാര്യം. അത് നമ്മളിങ്ങനെ അതിങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, ഒന്നും സ്വീകരിക്കൂല. യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും. പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പറഞ്ഞതിൽ യാത്രക്കാരന്റെ പ്രാർത്ഥന എന്ന് അള്ളാന്റെ റസൂല് പ്രത്യേകം എടുത്തു പറഞ്ഞതാ. ആ ചെറിയ യാത്ര എന്നല്ല, ആ യാത്ര കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പൊടിപടലങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ട്, തലയുടെ മുടി ജട പിടിച്ചിട്ടുണ്ട്. ആ യാത്രയുടെ കാഠിന്യത്തെ റസൂലുള്ള പഠിപ്പിക്കുകയാണ്. അങ്ങനത്തെ ഒരു വ്യക്തി ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കൂലാന്ന. എന്തേ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം?
അവൻ്റെ ഭക്ഷണം ഹറാമിൻ്റെതാണ്, അവൻ്റെ പാനീയം ഹറാമിൻ്റെതാണ്, അവൻ്റെ വസ്ത്രം ഹറാമിൻ്റെതാണ്, അവൻ ഹറാമിൽ മുങ്ങിക്കുളിച്ചവനാ. ഫഅന്നാ യുസ്തജാബു ലിദാലിക, പിന്നെ എങ്ങനെയാ അവനക്ക് ഉത്തരം കൊടുക്കാന്ന് ആലോചിച്ച് നോക്കിയും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പലിശ എന്നുള്ളത് കടത്തിൻ്റെ ഒരു വേഷനാണ്, പുതിയൊരു രീതിയാണ്. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ സാന്ദർഭികമായി പറയാനുള്ളതൊക്കെ, നമ്മുടെയൊക്കെ മൊബൈലുകളിൽ ബാങ്ക് ആപ്പുകളുണ്ട്, 3-4 UPI ആപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ പലിശ നല്ലോണം ശ്രദ്ധിച്ചോളി. നമ്മളറിയൂല, നമ്മളിങ്ങനെ ഗൂഗിൾ പേ പോലുള്ള ഫോൺ പേ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന പൈസയൊക്കെ ചെലവഴിക്കും. പക്ഷെ നമ്മൾ പലിശയും എടുത്ത് ചെലവഴിക്കുന്നുണ്ടാവും. നമ്മളെ കുട്ടികൾക്ക് കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഇപ്പോൾ പലിശൻ്റെ മുതലാവും. നമ്മളത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം, INT എന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ പലിശയുടെ തുക എത്രയുണ്ടോ അത് നാം ഒഴിവാക്കണം. അത് നമ്മുടെ ബാങ്കിൻ്റെ ആപ്പിൽ ഇരിക്കാൻ പറ്റൂല. നല്ലോണം ആ വിഷയം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി നമ്മളൊക്കെ നിസാരാവും. അതൊക്കെ എങ്ങനെ പലിശ ഉണ്ടെന്നൊന്നും, എത്ര പലിശ ഉണ്ടാവും എന്നറിയാം. ഇപ്പം ചിലവർക്ക് അക്കൗണ്ട് തുടങ്ങിയത് മുതൽ ഇതുവരെ കൊടുത്തിട്ടുണ്ടാവില്ല, അത്രയും പലിശ നമ്മുടെ കയ്യിലുണ്ടാവും. ആ പലിശ നമ്മളിങ്ങനെ ചെലവഴിക്കുക. അത് ബാങ്കിൽ പോയാലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും, നമ്മൾ ചോദിച്ചു വാങ്ങാം. ഇതുവരെയുള്ള പലിശയുടെ മുഴുവൻ കണക്കും കിട്ടും. അത് നമ്മൾ കൊടുത്തു കൂട്ടണം. ഏതെങ്കിലും ഷെൽട്ടർ പോലെയുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ മാത്രം തുക മേടിക്കുന്ന ചാരിറ്റികളുണ്ട്, അവർക്ക് കൊടുത്തു ഒഴിവാക്കുക. അതിന് കൂലിയൊന്നും കിട്ടൂല. നമ്മുടെ ഭാഗത്തുനിന്ന് ആ ഒരു വല്ലാത്ത മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്ന പലിശ എന്ന ആ കാര്യത്തെ കൊടുത്തു ഒഴിവാക്കാൻ പ്രത്യേകം എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് തോന്നിയ പോലെയാണ്. ഒരു ലോൺ എടുക്കാൻ ഒരു മടിയില്ല. നാട്ടുകാരുടെ ഒരു അപ്പുറത്തൊരു കല്യാണം നടന്നാൽ ഇന്റെ കല്യാണം ആ രൂപത്തിലാവണം, അതിന് പൈസ ഉണ്ടോ ഇല്ലേന്നല്ല, ഉള്ളവർ നടത്താം. അള്ള തിന്നണ്ടാന്നോ കുടിക്കണ്ടാന്നോ നല്ല വസ്ത്രം ധരിക്കണ്ടാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇല്ലാത്തവൻ അതുപോലെ കാട്ടുമ്പോഴോ പിന്നെ പലപ്പോഴും വിവാഹത്തിന്റെ ലക്ഷ്യം എന്താ? സക്കീനത്ത, സമാധാനം. ഇന്ന് കഴിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ആ സക്കീനത്തില്ല. സാമ്പത്തികമായിട്ട് ആലോചിച്ച് കടക്കണിയിൽ അകപ്പെട്ടുകൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് അവൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കുടുംബം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ തിരുത്തണം. വീട് വെക്കുന്ന സമയത്ത് സഹോദരിമാരെ, നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകൾ അവിടെ ഉണ്ടാവണം. കടം മേടിക്കുന്നൊരവസ്ഥ വനിതമാര് പറയുമായിരുന്നു, സഹാബത്ത് പുറത്തു പോകുമ്പോൾ നിങ്ങൾ എന്തും കൊടുന്നോളിയും, ഹറാമിന്റെ ഒരു മുതൽ പോലും ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നാണ്. ഹറാമിന്റെ ഒരു ദിർഹം പോലും ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. തൊടൂല ഞാൻ ഹറാമിന്റെ, പലിശയുമായിട്ടൊരു ഇടപെടൽ എനിക്കുണ്ടാവൂല. ആവശ്യമില്ലാതെ കടക്കണിയിൽ അകപ്പെടുന്നൊരവസ്ഥ എനിക്കുണ്ടാകൂല. നമ്മുടെ വാഹനം നമുക്ക് കഴിയുന്ന വാഹനം മേടിക്കാം, നമ്മുടെ വസ്ത്രങ്ങൾ നമുക്ക് കഴിയുന്നത് മേടിക്കാം. കൊത്താൻ കഴിയുന്നതേ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊത്താൻ പാടുകയുള്ളൂ എന്നുള്ള. പിന്നെ എന്താണെന്നറിയോ, കടക്ക് മേടിക്കാൻ അള്ളാഹു അനുവാദമൊക്കെ നൽകിയിട്ടുണ്ട്, ഇതിലൊന്നും സംശയമില്ല. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അള്ളാഹ് റഹ്മാനല്ലേ, അള്ളാഹ്ക്കറിയാലോ. പക്ഷേ അവിടെ ഇസ്ലാമിക മര്യാദകൾ നാം പാലിക്കണം. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ എന്നുള്ളത്. അതിലെ തന്നെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തു ദൈൻ എന്നുള്ളത്. ആ ആയത്തു ദൈന് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒന്ന് അതിന്റെ അർത്ഥസഹിതം പഠിക്കണം. അള്ളാഹ് പറഞ്ഞതാണ് എന്തെന്നറിയോ, കടം മേടിക്കുമ്പോൾ അത് എഴുതി വെക്കണം എന്നുള്ളത്. സാക്ഷികൾ ഉണ്ടാവണമെന്ന്. നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഒരു തുക മേടിക്കുമ്പോൾ 2 സാക്ഷികൾ വേണം, അതൊന്ന് എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ നിലപാട്? എന്താ പണക്കിന്റെ വിശ്വാസമല്ലേ നയിക്കാം? അണക്ക് പിന്നെ വിശ്വാസമല്ലേ, ആ എഴുതിക്കൊന്നും വേണ്ടെന്ന് പറയാം. അള്ളാഹിനോട് നമ്മൾ ധിക്കരിക്കണേ, അതൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല. അതിന് നമ്മൾ എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ അത് എഴുതി വെക്കണം. സാക്ഷികൾ വേണം. റബ്ബിന്റെ വാക്കാത്. അത് 10,000 രൂപയാണെങ്കിലും 5,000 രൂപയാണെങ്കിലും 50,000 രൂപയാണെങ്കിലും 1,00,000 എത്ര വലിയതാണെങ്കിലും അത് എഴുതി വെക്കാനുള്ള മനസ്സുണ്ടാവണം നമുക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കലാമിലൂടെ വിശ്വാസികൾക്ക് നൽകിയൊരു കൽപ്പനയാണ്. അത് നമ്മൾ ആ ഗൗരവത്തോടു കൂടെ തന്നെ അതൊക്കെ സ്വീകരിക്കേണ്ടത്. ഇനി മേടിക്കണ സമയത്ത് തന്നെ എന്താ ചിന്ത ഉണ്ടാവേണ്ടത് അറിയോ? അത് പോണുള്ളോനല്ലേ, അതൊക്കെ മെല്ലെ കൊടുത്താലൊക്കെ മതി എന്നൊരു ചിന്തയാണെങ്കിലേ അത് കൊടുത്തു വിട്ടാലുള്ള തൗഫീക്ക് റബ്ബ് തരൂലട്ടോ. മൻ അഖദ അംവാൽ അന്നാസി യുരീദു അദാഅഹാ അദ്ദല്ലാഹു അൻഹു. ആരെങ്കിലും കടം മേടിക്കുന്ന സമയത്ത് പടച്ചോനെ ഇത് എനിക്ക് എത്രയും പെട്ടെന്ന് കൊടുത്തു വീട്ടണമല്ലോ എന്ന ആഗ്രഹത്താലാണ്, ചിന്തയിലാണ് മേടിച്ചതെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അല്ലാഹു അത് കൊടുത്തു വീട്ടാനുള്ള തൗഫീഖ് അവന് നൽകുന്നതാണ്. എന്നാലോ മേടിക്കണ സമയത്ത് തന്നെ പെള്ളാണ് സ്വീപ്പാക്കാന്ന് പറയില്ല നമ്മൾ, അല്ലേ? അത് മെല്ലാണ് കൊടുത്താൽ മതി.
അങ്ങനെങ്ങാനും ഒരാൾ ചിന്തിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളവയിൽ ഇടപെടുന്നതെങ്കിൽ അള്ളാഹു അത് നശിപ്പിക്കുന്ന കൊടുക്കാനുള്ള തൗഫീഖ് എനിക്ക് കൊടുക്കൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ പലരും സാമ്പത്തികമായിട്ടൊക്കെ ഇടപെടലുണ്ടാവും. അതിലാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ എവിടെയെങ്കിലും കൊടുക്കാനുള്ള തുകകൾ കടകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ ഫീസൊക്കെ മേടിച്ച് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടാവും അല്ലേ, സ്കൂളുകളുണ്ടാവും, മദ്രസകളുണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലാഘവത്തോടു കൂടെ ഇങ്ങനെ വിടും. അത് കൊടുക്കുക ഒക്കെ കടത്തിൻ്റെ പരിധിയിലാണ് പെടുക. അതൊക്കെ കടത്തിന്റെ. കാരണം നമുക്കൊരിതുണ്ട്, ഇന്ന കുട്ടീനെ ചേർത്തിയാൽ ഇത്ര പൈസ, ഇന്ന സാധനം മേടിച്ചാൽ ഇത്ര പൈസ, ആ കണക്കുണ്ടല്ലോ. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ബോധപൂർവം തന്നെ കൊടുത്തു വിട്ടണം. കാരണം എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് നമ്മുടെയൊക്കെ മരണം നമ്മെ പുൽകുക എന്ന് നമുക്ക് അറിയില്ല. ആ കടമുണ്ടെങ്കിൽ അത് കൊടുത്തു വിട്ടാൽ അശ്രാന്ത പരിശ്രമം ഉണ്ടാവണം. അപ്പോ ഇവിടുത്തത് കഴിയട്ടെ, പെരപ്പണി കഴിയട്ടെ, അല്ലെങ്കിൽ ആ കുട്ടികൾ കുറെ കാലമായി അത് പറയുന്നു അതൊന്ന് കഴിയട്ടെ, ഒന്നും പറ്റൂല. പ്രമുഖ പരിഗണന കൊടുക്കേണ്ടത് കടം കൊടുത്തുകൂട്ടുക എന്നുള്ളതിനാണ് അല്ലേ. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഒരിക്കലും അബൂ ഉമാമ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ റസൂൽ ചോദിച്ചു, നിസ്കാരത്തിന്റെ സമയത്തല്ലോ. അപ്പൊ എന്താ ചോദിച്ചു, മാലി അറാക ജാലിസൻ ഫീ ഗൈരി വഖ്തി സ്വലാ, നിസ്കാരത്തിന്റെ സമയത്തല്ലാതെ അബൂ ഉമാമ നിങ്ങൾ എന്താ ഈ പള്ളിയിൽ ഇരിക്കുന്നത്? അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, ഹുമൂമുൻ ലസിമത്നി വദുയൂനി യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ വല്ലാതെ വിഷമം അലട്ടുന്നു പ്രവാചകരെ, കടബാധ്യത എന്നെ വല്ലാതെ പിടികൂടുന്നു പ്രവാചകരെ, വല്ലാത്ത ദുഃഖമുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, അഫല ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതുഹു അദ്ഹബല്ലാഹു ഹമ്മക വഖലാ അൻക ദൈനക. ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചട്ടോ. ഈ പ്രാർത്ഥന എങ്ങാനും നീ പ്രാർത്ഥിച്ചാൽ നിന്റെ വിഷമം അല്ലാഹു പോയിപ്പിച്ചു തരും, നിന്റെ കടം അല്ലാഹു പരിഹരിച്ചു തരും. ഏതാ പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥന എന്നുള്ളത്? സഹാബത്തിന് ഇതിന് കേട്ടപ്പോൾ റസൂലെ ഒന്ന് പറഞ്ഞിരുന്നാണ് ആഗ്രഹിച്ചത്. എന്നിട്ട് റസൂല പറയണം, പ്രഭാതത്തിനും പ്രദോഷത്തിനും നീ പ്രാർത്ഥന ചൊല്ലിക്കോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി والعجز واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال. നമ്മുടെയൊക്കെ മൊബൈലുകളിൽ, ആപ്പുകളിലും മറ്റുമൊക്കെയുള്ള വളരെ നമ്മൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന അല്ലേ. ദുഃഖത്തിൽ നിന്ന് അല്ലേ, ഭീരുത്വത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, പടച്ചോനെ കടബാധ്യത കുമിഞ്ഞുകൂടുന്നതിൽ നിന്ന് റബ്ബേ കാവല് തേടുന്നു എന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ അർത്ഥം. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മളിഞ്ഞ് കടമൊന്നുമില്ല എന്നുള്ളവരാണെങ്കിലും നമ്മുടെയൊക്കെ ദിനേനയുള്ള പ്രാർത്ഥനകൾ, ഇത്തരം പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ അവസ്ഥകൾ മാറി മറിയുക എന്ന് നമുക്കറിയില്ലല്ലോ. മറ്റൊരു പ്രാർത്ഥന എന്താ, അലി റളിയല്ലാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു സഹാബി വര്യന്, അലി റളിയല്ലാഹുവിൻ്റെ അരികിൽ ഒരു വിമോചന പത്രം എഴുതപ്പെട്ട ഒരു വ്യക്തി വരികയാണ്. അതായത് അടിമ വ്യവസ്ഥയിൽ നിന്ന് ഇത്ര കാലം കൊണ്ട് ഇത്ര പണം അടച്ചാൽ രക്ഷപ്പെടാം എന്നുള്ളതാണ് മുഖാത്തബത്ത്, വിമോചന പത്രം. അപ്പൊ അത് കൊടുത്തു വിട്ടാളെ പൈസ ഈ വ്യക്തിക്കില്ല. അലി റളിയല്ലാഹുവിന്റെ അരികിൽ വന്ന് സങ്കടം പറയാണ്. അലി റളിയല്ലാഹു പറഞ്ഞു കൊടുത്തു, അലാ ഉഅല്ലിമുക കലിമാത്തിൻ അല്ലംനിഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥന ഉണ്ടായി, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അതെങ്ങാനും നീ ചൊല്ലിയാൽ ലൗകാന അലൈക മിസ്ലു ജബലി സീരിൻ, സീർ പർവ്വതത്തിന്റെ അത്ര കട നിനക്കുണ്ടെങ്കിലും അള്ളാഹു ഇത് കൊടുത്തു വിട്ടാൻ നിന്നെ സഹായിക്കുന്ന. ഏതാ പ്രാർത്ഥന? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുവേ ഹലാലിൽ എന്നെ മതി വരുത്തണേ നാഥ, മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്ന അവസ്ഥ റബ്ബേ എനിക്ക് നൽകല്ലേന്നാ പ്രാർത്ഥനയുടെ വിവക്ഷ എന്നുള്ളത്. കേട്ടോ, നമുക്ക് പ്രാർത്ഥിച്ചൂടെ, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സദാ ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, കടക്കണിയിൽ അകപ്പെട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് കൊടുത്തു വിട്ടാനുള്ള പണികൾ നമ്മുടെ ഭാഗത്ത് നിന്നാണ്. അതിന് 2 മണിക്കൂർ ഓവർ ടൈം എടുക്കണോ, എടുത്തേ മതിയാകും അല്ലേ. അതിന് ഞാൻ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ മാറ്റം വരുത്തണോ, മാറ്റം വരുത്തിയേ മതിയാകൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തന്നെ ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് സഅയുജാദ് എന്ന് പറയും, കഠിന പരിശ്രമം നടത്തണമെന്ന കടം വീട്ടുന്ന രംഗത്ത് അതിലൊരു അലസത കാണിക്കരുതെന്ന. അത് അത്രയും നമ്മുടെ പരലോകത്തെ ബാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കടബാധ്യതയെക്കുറിച്ചായിരുന്നു നാം മനസ്സിലാക്കിയത്. ഇപ്പം കടം എന്നുള്ളത് അതീവ ഗൗരവത്തോടുകൂടെ തന്നെ കാണണം. എന്നാൽ കൃത്യമായ അള്ളാഹുവിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കടങ്ങൾ പലതും ഉണ്ടാവും. മനുഷ്യന് ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവനാണല്ലോ മനുഷ്യൻ. അവിടെയൊക്കെ കടം കൊടുക്കാൻ കഴിവുള്ളവനാണെങ്കിൽ കൊടുക്കണമെന്ന റസൂലുള്ളാഹിന്റെ അധ്യാപനങ്ങൾ കാണാൻ കഴിയും. മൻ അല്ലറ മുഅസ്സിറൻ ഔ വലഅലഹു അല്ലല്ലഹു അല്ലാഹു ഫീ ളില്ലി അർശിഹി യൗമൽ ഖിയാമ. ഒരു ബുദ്ധിമുട്ടുള്ള കടക്കാരന് അവധി നീട്ടിക്കൊടുത്തു അല്ലേ, അതല്ല എങ്കിൽ അവൻ്റെ കടത്തിൽ നിന്ന് കുറച്ച് മാപ്പ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു നാളെ ഖിയാമത്ത് നാളിൽ തണല് തരുമെന്ന്, അർശിൻ്റെ തണല് തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുപോലെ തന്നെ കടം നീട്ടിക്കൊടുക്കുന്നതിന്, അവധി ചോദിച്ചാൽ ആ അവധി നീട്ടിക്കൊടുക്കുന്നതിന് വലിയ പ്രതിഫലം അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാൾ 2 തവണ കടം കൊടുത്താൽ അതിൽ 1 തവണ സ്വതക്കയുടെ കൂലിയുണ്ട് എന്നൊക്കെ റസൂലുള്ളാഹിൻ്റെ സമാനമായ കുറേ ഹദീസുകൾ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു മറുവശം കൂടി എന്ത് ചെയ്യുക, ഒരാൾ പെട്ടെന്ന് രോഗമായി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കടം കൊടുക്കാനുള്ള ആ ഒരു മനസ്സും കൂടി നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ ഏറ്റവും പ്രതിഫലാർഹമായ കടം കൊടുക്കൽ ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്ന ഒരു കടം കൊടുക്കലുണ്ട്. എത്ര മനോഹരമായിട്ടാണ് റബ്ബ് സൂറത്തുൽ ബഖറയിലെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫുഹു ലഹു അദ്ആഫൻ കസീറാ. അല്ലാഹ് ചോദിക്കണം, അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുവാൻ ആരുണ്ട് എന്നാണ്. മൻദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, അള്ളാഹ്ക്ക് കടം കൊടുക്കാൻ ആരുണ്ട് എന്നാണ് റബ്ബിന്റെ ചോദ്യം. അങ്ങനെ ആരെങ്കിലും കടം കൊടുത്താലോ എന്താ അല്ലാഹ് ചെയ്യാ? ഫയുളാഇഫുഹു ലഹു അദ്ആഫൻ കസീറാ. അള്ളാഹു അതവന് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നൊരു വചനമാണ് പ്രിയപ്പെട്ടവരെ. ഈ ആയത്ത് കേട്ട മാത്രയിൽ സഹാബാ വര്യന്മാരുടെ ആഗ്രഹവും ചിന്തയും എന്തായിരുന്നു? അബൂ ദഹ്ദാ റളിയല്ലാഹു തആല അൻഹു അല്ലേ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിവരിക്കപ്പെടുന്ന ചരിത്രമാണ്. റസൂലേ, എനിക്ക് 600ഓളം ഈത്തപ്പനകളുണ്ട്, ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറാണ്. 600ഓളം ഈത്തപ്പനകൾ എനിക്ക് എൻ്റെ റബ്ബ് ഈ 600 ഈത്തപ്പനകൾ കൊടുത്താൽ നാളെ സ്വർഗീയാരാമത്തിന് വമ്പിച്ച പ്രതിഫലമല്ലേ തരിക. അങ്ങനെ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ആ തോട്ടത്തിലേക്ക് പോയിട്ട് ഉമ്മു ദഹ്ദാഇനോട് പറയുന്നുണ്ട്, നീ കുട്ടികളുമായി തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങണം, ഞാനിത് അള്ളാഹുവിന് കടമായി നൽകിയിരിക്കുന്നു. ഞാനിത് അള്ളാഹുവിന് കടമായി നൽകിയിരിക്കുന്നു. എന്താ പ്രിയപ്പെട്ട ആയത്തിന്റെ വിവക്ഷ? റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ പ്രതിഫലമാണ് ഈ ചരിത്രമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് അത്തരത്തിലുള്ളൊരു അവസരം മുന്നിൽ വന്നിരിക്കുകയാണ്. റമളാന് കഴിഞ്ഞാൽ അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനില്ലാത്ത മാസമാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്നൊരു തുക, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജ് മണ്ഡലത്തിൽ നിന്ന് ചില സഹോദരന്മാർ പ്രിയപ്പെട്ടവരെ നമ്മെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്തേക്ക് അവർ വന്നിട്ടുണ്ട്. അവിടെ ഒരു പള്ളിയും ദീനി സ്ഥാപനങ്ങളും ഉയർത്തുക, കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സാമ്പത്തികമായി അത്യാവശ്യം പ്രയാസപ്പെടുന്ന അവർക്ക് ആ ഒരു ഭാഗത്തൊക്കെ പ്രിയപ്പെട്ട ഒരു പള്ളി വന്നാൽ പ്രധാനമായിട്ട് ഒരുപാട് സ്ഥലത്തേക്കുള്ള യാത്രകൾ, വയനാട് പോലെയുള്ള അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്കുള്ള യാത്രകളും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അങ്ങനെ ടൗണിൻ്റെ ഒരു പരിസരം, അവിടെയൊക്കെ ഒരു പള്ളി വന്നാൽ അവിടെയൊക്കെ ആളുകൾ നിസ്കരിക്കുന്നതിൻ്റെ കൂലിയും അതുമായി ബന്ധപ്പെട്ട ദീനി സ്ഥാപനങ്ങളുടെയൊക്കെ പ്രതിഫലമൊക്കെ നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് ഉദാരമായിട്ട് സംഭാവന ചെയ്യാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നമുക്കും എല്ലാവർക്കും ഉത്തമമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടക്കെണിയിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുക.
കാത്തുരക്ഷിക്കണേ അല്ലാ. മാറ്റിയാൽ മാറാത്ത പ്രയാസങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. പെട്ടെന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ദീന് പഠിപ്പിച്ച് നൽകി ഞങ്ങൾ ഉസ്താദുമാർ, പണ്ഡിതന്മാർ പലരും മരണപ്പെട്ടു പോയി, ഖബറിടം വിശാലമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, സത്യം പറയാനും സത്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم اعتقنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.